മധുര വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളി, ഉപകാരപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ മുരുകൻ ഇഡ്ഡലിന്റെ പോകുന്ന വഴിയാണ് കണ്ടോളി. ഞങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് പൊടി ഇഡ്ഡലി ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും അടിപൊളി ടേസ്റ്റ് ഉള്ളത് ഈ പൊടി ഇഡ്ഡലി തന്നെയാണ്. ഒരു പൊടി ഇഡ്ഡലിക്ക് 42 രൂപ, ഉത്തപ്പത്തിന് 89 രൂപ, ചായക്ക് 36 രൂപ. അപ്പൊ ഇവിടെ ഭയങ്കര വിലയാണ്, പക്ഷെ ഫുഡ് രസമാണ്. നല്ല വില, രസം. പിന്നെ കുറെ സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യല് എന്നാശം ഒന്നും കിട്ടൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. മീനാക്ഷി അമ്മൻ കോവിലാണ്. കോവിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാ കാണുന്ന അവസ്ഥ. മെയിൻ്റനൻസ് ആണ്, നന്നായിട്ട് മെയിൻ്റനൻസ് നടക്കുന്നു. അപ്പം വരുന്ന ആളുകൾ 2 ഗേറ്റിൽ തന്നെയാണ് അവസ്ഥ കേട്ടോ. അവിടെ നിന്ന് നേരെ വരേണ്ടത് മധുരയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മധുര തിരുമലൈ നായക് പാലസിലേക്കാണ്. ഇവിടെ എന്തായാലും കാണേണ്ട കുറേ സംഗതികളുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് കണ്ട് 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ കാലത്തിൻ്റെ കുറേ പ്രതാപങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഫുഡ് സ്പോട്ട് ഹംസവല്ലി ഭവൻ. ഇവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. മട്ടന് 300, ചിക്കൻ 320. നിങ്ങൾ നമ്മളെ നാട്ടിലെ റൈസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഇതാണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി. ഇത്ര കിട്ടുള്ളൂ. 300 റുപ്യ കൊടുക്കണം. എക്സ്ട്രാ റൈസിനുണ്ടെങ്കിൽ 200 റുപ്യ. അപ്പോൾ വലിയ പ്രതീക്ഷ വെച്ചിട്ടൊന്ന് കുറേ കിട്ടുമെന്ന് വിചാരിച്ച് വരണ്ട. ഉള്ളത് കുറച്ച് തമിഴ്നാട് സ്റ്റൈലുള്ള, മധുര സ്റ്റൈലുള്ള നല്ല ഫുഡ്, പക്ഷെ ഭയങ്കര റേറ്റ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അടുത്ത സ്പോട്ട് ജിഗർദണ്ഡ. ജിഗർദണ്ഡ കുടിക്കാൻ ഇതാണ് കട. ഓക്കെ, മറക്കണ്ട. അപ്പം വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ജിഗർദണ്ഡ ഫേമസ് ആണ്. സാധനം അടിപൊളി കേട്ടോ. വന്നാൽ കുടിക്കൽ മസ്റ്റാണ്. ഏറ്റവും അവസാനം ഇങ്ങോട്ട് വരേണ്ടത് വൈകുന്നേരം മുതൽ ആക്റ്റീവ് ആവുന്ന ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ബൺ പൊറാട്ട എത്ര തിരക്കുണ്ടെങ്കിലും എപ്പോഴാണ് ട്രെയിൻ ആണെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ടേ പോകാവൂ. 7 മണിക്കാണ് ഇവിടെ ആക്റ്റീവ് ആവുക. അടിപൊളിയാണ്. ചെറിയ കട ആണെങ്കിലും അടിപൊളി സാധനം. കിടലം നല്ല ടേസ്റ്റ്. ബൺ പൊറോട്ട, ചിക്കൻ റോസ്റ്റ് അടിപൊളി സാധനം. അടിപൊളിയാട്ടോ. ഒറ്റ മൈൻഡിലൊക്കെ മധുരയിലേക്ക് വരുന്നത് ശരി, പക്ഷെ രണ്ടും കൽപ്പിച്ച് വരിക. ഈ ചൂട്, നാട്ടിലെ ചൂടും ഇവിടുത്തെ ചൂടും രണ്ടാണ് അല്ലേ? ഹെവി ചൂടാണ് ഇവിടെ. അപ്പൊ അതിനൊക്കെ ഉള്ള സജ്ജീകരണമായിട്ട് വരിക. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്.